ഹലോ യെസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാറോട്ട്. സോ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ, എന്താണ് നിങ്ങളോട് അവർ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. സോ നിങ്ങളുടെ പേഴ്സിനെ കുറിച്ചുള്ള ഗുഡ് മെമ്മറീസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമോ. 3 ടൈംസ് അവരുടെ പേര് റിപ്പീറ്റായിട്ട് പറയുമോ. പിന്നെ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ ഈ വീഡിയോ കാണുന്നു ആ ടൈമുള്ള ഈ റീഡിംഗ് നിങ്ങൾക്ക് വൈൽഡ് ആയിരിക്കും. ഓക്കെ, നമുക്ക് റീഡിങ്ങിലൊക്കെ പോവാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഒരുപാട് പേര് കാണുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞാനിവിടെ നമ്പർ ഞാൻ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളിപ്പോഴും ഉണ്ടോ? സോ അവരിപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും നല്ല പോസിറ്റീവായിട്ടിരിക്കുക. നമുക്കൊരു പോസിറ്റീവായിട്ട് റീഡിങ് കിട്ടാൻ തന്നെ നോക്കുക. പേഴ്സണൽ റീഡിങ് അല്ല ചെയ്യുന്നത് എങ്കിൽ കൂടിയും നിങ്ങളുടെ റീഡിങ്ങായിട്ട് കണക്റ്റ് ആവുന്ന ഒരു റീഡിങ് കിട്ടണേന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുക. സോ ഏത് വീഡിയോ കാണുന്ന എൻ്റെ ഒരുപാട് പേര് നിങ്ങൾ ഭയങ്കര ഹെഡ് ബ്രോക്കർ സിറ്റുവേഷനോടാണ് കടന്നു പോകുന്നത്. എനിക്കത് മനസ്സിലാവുന്നതുകൊണ്ട് നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു, നിങ്ങളുടെ ലൈഫിലെ സന്തോഷം നഷ്ടപ്പെട്ടു. ആ പേഴ്സണായ ഒരു ലോകത്തായിരുന്നു നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ അവരില്ലാത്തൊരു ലോകത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ ജീവിക്കുകയാണ്, ഒറ്റയ്ക്ക് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുവാണ്. നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈമിൽ. സോ ഈ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം ഒരുപാട് നാളത്തേക്ക് കാണത്തില്ല. സോ ഇത് എൻഡ് ആവാൻ പോകുന്ന ഒരു കാര്യമാണ്. അവരുടെ മനസ്സിൽ ഉറപ്പായിട്ടും നിങ്ങളുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് അവർക്കുണ്ട്, നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്, അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ക്യാരക്ടർ നോക്കുന്ന സമയത്ത് അവർ ഭയങ്കര ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പലർക്കും ഈ റിലേഷൻഷിപ്പ് ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നെന്ന് തോന്നുന്നു. നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പിലായിരുന്നോ? പക്ഷേ എന്താ പറയുക, നമ്മൾ എല്ലാവർക്കും ഉള്ളതാണ്. ടോക്സിക് റിലേഷൻഷിപ്പിലാണ് നമ്മൾ പലരും നമ്മുടെ പേഴ്സിനെ ഒരുപാട് സ്നേഹിക്കുന്നത്. സോ അതുകൊണ്ട് കുഴപ്പമില്ല. സോ നമുക്ക് റീഡിങ് നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ 2 രീതിയിലുള്ള എനർജീസും ഉണ്ട്. നിങ്ങൾക്ക് അതേപോലെ ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ് ഉണ്ട്, അതേപോലെ തന്നെ ഡെവിലിൻ്റെ എനർജിയും ഉണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ രീതിയിലുള്ള വേറെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അവർ നിങ്ങളറിയാതെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഹൈഡ് ചെയ്തിട്ട് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫിൽ എന്തൊക്കെയോ ഹിഡനായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അറിയാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് അവരിപ്പം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ അവരെ ഒരുപാട് ഫിനാൻഷ്യലി ഒരുപാട് രീതി സഹായിച്ചിട്ടുണ്ട്. അവർക്ക് പണം എന്ന രീതിയിലും ഗോൾഡ് എന്ന രീതിയിലും അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും അവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ടായിരുന്നോ, നിങ്ങളെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് നേടാൻ ആയിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും അവരതൊന്നും കണ്ടില്ല. എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തു തന്നിട്ടില്ല, നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുക മാത്രമാണ് അവർ നിങ്ങളോട് നിന്ന സമയത്ത് അവർ മാക്സിമം അവർ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അതുമാത്രമാണ് അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ളത്. സോ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് പേജ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. സോ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ലൈഫിൽ നിങ്ങളായിട്ട് വെൽക്കം ചെയ്തതാണ്. ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പേഴ്സണെ നിങ്ങൾ ലൈഫിൽ നിങ്ങളായിട്ട് വെൽക്കം ചെയ്തതാണ്. ഈ പേഴ്സണെ എന്തിനാണ് നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങൾ ലൈഫിലേക്ക് വെൽക്കം ചെയ്തത്? ബിക്കോസ് ഇതൊരു റൈറ്റായിട്ടൊരു പേഴ്സൺ അല്ലായിരുന്നു നിങ്ങൾക്ക്. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് കേൾക്കുമ്പം വിഷമം വരുമായിരിക്കും, എങ്കിൽ പോലും എനിക്ക് റീഡിങ്ങിൽ ഒന്നും ഹൈഡ് ചെയ്ത് പറയുന്നത് എനിക്കിഷ്ടമല്ല. സോ അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് പറയും. അതിപ്പം പേഴ്സണൽ റീഡിങ് എടുക്കുന്ന സമയത്തായാൽ കൂടിയും ഞാൻ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ടാണ് ഷെയർ ചെയ്യുന്നത്.
ഒന്നും തന്നെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്ന് ഞാൻ എൻ്റെ ക്ലയൻസിനോടൊന്നും ഞാൻ പറയാറില്ല. പക്ഷെ അത് അവർക്ക് ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പേസ് റീഡിങ് ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരാം, റീഡിങ് എടുക്കാം, അല്ലെങ്കിൽ എന്നോടൊന്ന് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഞാൻ ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അന്നേരം തന്നെ റിപ്ലൈ ചെയ്യുന്നതാണ്. അതിന് ടൈം ലാഗ് എടുക്കുകയൊന്നും ചെയ്യത്തൊന്നുമില്ല. ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടൊന്നും ആയിരിക്കും റിപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ആസ് പെർ നിങ്ങളുടെ കംഫർട്ട് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് വന്ന് എന്നോട് പറയാവുന്നതാണ്. അതിലൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ തോട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ എന്ത് കാര്യം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് അറിയണമെന്നുണ്ടോ അതൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് വരാവുന്നതാണ്. നമുക്ക് ബാക്കി റീഡിങ്ങിലോട്ട് പോകാം. സോ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നേക്കുന്ന കാർഡെന്ന് പറയുന്ന പേജ് ഓഫ് സോർട്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും ഇഷ്ടമെന്ന് പറയുന്നത് നിങ്ങളെ അടിമയാക്കി വെക്കുക. മനസ്സിലായോ? നിങ്ങളെ അടിമയാക്കിക്കൊണ്ട് അവർക്ക് ജീവിക്കുക. എപ്പോഴും നിങ്ങൾ താന്നിക്കണം. ഒരിക്കലും അവരുടെ മുന്നിലെത്താൻ പാടില്ല. നിങ്ങൾക്കിപ്പോൾ നല്ല ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജോലി നിങ്ങൾ കുറച്ചുകൂടെ ഹൈ പൊസിഷനിലോട്ട് പോകുന്ന വ്യക്തിക്ക് ഇഷ്ടമല്ല. ആ വ്യക്തിക്കായി ഉയർന്ന സാലറി വാങ്ങിക്കുന്നവർക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഒരുപാട് രീതിയിൽ നിങ്ങളങ്ങനെ ജീവിതത്തിലേക്ക് ഉയർന്നു കാണുന്നത് ആ വ്യക്തിക്ക് ഇഷ്ടമല്ല. ആ വ്യക്തി പുറമേ നിന്ന് നിങ്ങളുടെ പഠിക്കുന്ന കാര്യത്തിലും നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലും നിങ്ങൾ മറ്റുള്ളവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലും എല്ലാം ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും അവരുടെ ഉള്ളിൽ നിങ്ങളിതൊന്നും ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളിങ്ങനൊന്നും ചെയ്യാൻ അവർക്ക് പാടില്ല. എപ്പോഴും അവരുടെ കൺട്രോളിലായിരിക്കണം നിങ്ങൾ. അവരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ജീവിക്കണം. നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അതിനേക്കാൾ പെയിൻഫുള്ളാണ് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളില്ലാതെ നോൺ കോൺടാക്ട് സിറ്റുവേഷനിലാണ് ഇപ്പോൾ പലരും ഉള്ളത്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരും. വിത്തിൻ 1 വീക്കിനുള്ളിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ച് വരാനുള്ള ഹൈ ചാൻസസ് കാണുന്നുണ്ട്. കാരണം അവരുടെ മനസ്സിൽ അവരിപ്പം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിയായിരുന്നു, നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റായിരുന്നു, ഞാൻ ആവശ്യമില്ലാതെ എൻ്റെ പാർട്ട്ണറോട് ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് കുറ്റബോധം അവരെ വല്ലാതെ അലട്ടുന്നുണ്ട്. അവരുടെ മനസ്സിനെ അത് ഒരുപാട് രീതി ബാധിക്കുന്നുണ്ട്. അവരുടെ മനസ്സിനെ അത് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ചേഞ്ച് ആവാൻ പോവുകയാണ്. സോ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെയിൻ, ഈ ഒരു സിറ്റുവേഷൻ ഉറപ്പായിട്ടും എൻഡ് ആവാൻ പോവുകയാണ്. സോ ഈ വീഡിയോ കാണുന്ന എൻ്റെ ക്ലയൻസിനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ക്ലയൻസ് ഞാൻ അറിയാതെ പറഞ്ഞു പോയാണ്, എൻ്റെ വീഡിയോ ആണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പെയിൻ ടെമ്പററിയാണ്. നിങ്ങൾ വിചാരിക്കും ലൈഫ് ലോങ് ഞാൻ ഈ പെയിനും കൊണ്ട് നടക്കണോ, ഇതൊക്കെ വെറുതെയാണ്, ഞാൻ ഒരുപാട് റീഡിങ് കാണുന്നുണ്ട്, എത്ര റീഡിങ് കണ്ടിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്കൊന്നും ആവുന്നില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും അല്ല കിട്ടുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാം ജനറൽ റീഡിങ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനോട് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളിപ്പോൾ റീഡിങ് കാണേണ്ടത്. അത് കണ്ടായി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് അറിയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആ റീഡിങ്ങിനകത്ത് കണ്ടതിന് നിങ്ങൾക്കായി കുറച്ചുകൂടെ കാര്യങ്ങളും വേറെ കാണും. അത് കാണണം, അതറിയണമെന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ആരെയാണോ നിങ്ങൾക്ക് റീഡിങ് എടുക്കാൻ താല്പര്യം, ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ റീഡിങ് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നന്ന് റീഡിങ് എടുക്കാൻ തോന്നുന്നത് ജെന്യുവിനായിട്ട് റീഡിങ് നിങ്ങൾക്ക് കിട്ടണം. മനസ്സിലായി പറഞ്ഞത്? ജെന്യുവിനായിരിക്കണം നിങ്ങളുടെ റീഡിങ്. ഒരിക്കലും ഇടൻ റീഡിങ്ങും ചിലരുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, മാം അവരെന്നോട് അങ്ങനെ പറഞ്ഞു, എൻ്റെ പേഴ്സൺ തിരിച്ചു വരുമെന്ന് പറഞ്ഞു, എന്നിട്ട് ഞാൻ അങ്ങനെ ക്യാഷൊക്കെ കളയുകയൊക്കെ ചെയ്തിട്ട് എനിക്കൊന്നും ആയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വ്യക്തികൾ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഒരുപാട് പേര് വന്ന് അവരുടെ പൈസ പോയതും ഭയങ്കര ഓവറായിട്ടുള്ള എമൗണ്ട് ക്യാഷ് അവരുടെ റീഡിങ്ങിന് വാങ്ങുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട്. ഞാനാണെങ്കിൽ ആ ഒരു വരുന്നവരൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. ആ റീഡേഴ്സിനെയൊക്കെ ഇവിടെ ഇപ്പോഴും അവരുണ്ട്, ഇപ്പോഴും അവരുടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവരോടും പറയാറില്ല, എന്നെ ട്രസ്റ്റ് ചെയ്യണം,
ഞാൻ നിങ്ങളെ എന്നെ വിശ്വസിക്കാം, നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് റീഡിങ് കാര്യങ്ങളൊക്കെ എടുക്കാം, ഞാൻ നിങ്ങളെ ഒന്നും ചീറ്റ് ചെയ്യത്തില്ല എന്നൊരു വാക്ക് ഞാൻ ആരോടും പറയാറില്ല. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് റീഡിങ് എടുക്കാം, നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് ഒരിക്കലും ഞാൻ പറയത്തില്ല നിങ്ങളോട് എന്നെ ട്രസ്റ്റ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. കാരണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്ന റീഡിങ് ഒരു കറക്റ്റായിട്ടൊരു റീഡിങ് ആവത്തുള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു മെസ്സേജ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്നെ ട്രസ്റ്റ് ചെയ്യണം, അല്ലാത്തടത്ത് റീഡിങ് കിട്ടാറില്ല. സോ നിങ്ങൾ പലരിൽ നിന്ന് റീഡിങ് എടുക്കുകയും ചതിയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ ആരുടെയും സ്റ്റോറീസ് ആരുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്യത്തില്ല. സോ വേറെ ഒന്നുമല്ല, കിട്ടിയവരാരും തന്നെ അത് പറയാനോ താല്പര്യം കാണിക്കുന്നില്ല. പിന്നെ അവർ വന്ന് എൻ്റെ അടുത്ത് റീഡിങ് എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് അവരുടെ വിഷമങ്ങൾ പറയുന്ന സമയത്ത് ഇതേപോലെ പറയാറുണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇനി റീഡിങ് എടുക്കാൻ പേടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കണ്ട. ഞാൻ ഒരിക്കലും നിങ്ങളെ ഫോഴ്സ് ചെയ്തില്ല റീഡിങ് എടുക്കണമെന്നുള്ള ഫോഴ്സ് ചെയ്തില്ല. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റീഡിങ് എടുക്കുക. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഓരോ ക്ലയൻസും അവരെ ഞാൻ അത്ര ഇതായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു മെസ്സേജ് അയച്ചു, റീഡിങ് എടുത്തു, ഞാൻ അവർക്ക് റീഡിങ് കൊടുത്ത ശേഷം ടാറ്റ ബൈ ബൈ അല്ല ഞാൻ പറയുന്നത്. ആ റീഡിങ് കഴിഞ്ഞ ശേഷം നാളെ വന്നിട്ട് എൻ്റെ അടുത്ത്, മാം എനിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായി, എൻ്റെ പേഴ്സ് ഇങ്ങനെയാണ് ചെയ്തത് മാം, റീഡിങ് കഴിഞ്ഞ ശേഷം പുള്ളി ചേഞ്ച് ആയി, പക്ഷെ പുള്ളി വന്നിട്ട് ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അപ്പോഴും അവർക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഹെൽപ്പ് ഞാൻ അന്നേരവും ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത്. എൻ്റെ അടുത്ത് സ്പെല്ലോ റീഡിങ് എടുത്ത് ഒരു ക്ലയൻസിനെ ഞാൻ ആ ഒരു റീഡിങ് കഴിയുമ്പോഴേക്കും ഞാൻ ഉപേക്ഷിക്കാറില്ല. അവരിപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ ക്ലയൻസിനോട് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഒരിക്കലും ഞാൻ അവരെ ഉപേക്ഷിക്കുന്ന ഒരു ടൈപ്പല്ല. അതെൻ്റെ ക്ലയൻസ് തന്നെ എന്നോട് പറയാറുണ്ട്. ഞാൻ ഇത് എനിക്ക് മാമിനെ പോലെ ഒരാളെ ഒന്നും കണ്ടിട്ടില്ല. എല്ലാവരും റീഡിങ് എടുക്കും, നമ്മൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം തരും, പിന്നെ അവരുടെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ചെന്നാൽ ഒന്നും പറയത്തില്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ തന്നെ പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ ഒരു 10-20 വോയിസ് മെസ്സേജസ് വരാറുണ്ട്. ഞാൻ എല്ലാമായിരുന്നു കേൾക്കും. സോ അവരത്രയും അവരുടെ ടൈം കളഞ്ഞിട്ട് അവരുടെ വിഷമം പറയും, ഒരു വ്യക്തി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നോട് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. സോ ഞാൻ അതൊക്കെ ഇരുന്ന് കേൾക്കും. കേട്ടിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ളൊരു ഹെൽപ്പ് ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. ചിലപ്പോൾ അവരെൻ്റെ അടുത്ത് റീഡിങ് പോലും എടുക്കാറില്ലായിരിക്കും, പക്ഷെ അവരെന്നോട് കുറച്ച് നേരം സംസാരിച്ച് കഴിയുമ്പോൾ ഒരുപാട് മനസ്സിൽ ഭയങ്കര സന്തോഷം ഇതും കിട്ടാറുണ്ട്. അതിൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ചൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് എന്നോട് ജസ്റ്റ് വന്ന് കുറച്ച് നേരം സംസാരിക്കുമ്പോൾ തന്നെ ആശ്വാസം കിട്ടുന്ന ഒരുപാട് ക്ലയൻസ് എൻ്റെ ഉണ്ട്. സോ നിങ്ങൾക്കും അത് കണക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും റീഡിങ് എടുക്കണമെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ധൈര്യമായിട്ട് വരാം. നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് വരാം, റീഡിങ് എടുക്കാം. അല്ല ഇൻ കേസ് നിങ്ങൾക്ക് മറ്റാടത്തെങ്കിലും പോകാനുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടും പോവാം. ഓക്കെ, നമുക്ക് പിന്നെ ബാക്കി റീഡിങ്ങിലേക്ക് നോക്കാം. സോ നിങ്ങളുടെ പേഴ്സൺ, ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാടായിട്ട് ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായി പറഞ്ഞേ? അവർക്കിപ്പം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ജീവിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഏത് നേരം നോക്കിയാലും ഇപ്പോൾ അവർ കേൾക്കുന്നില്ല പാട്ടിലായാലും, അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുമ്പം കാണുന്ന ബസ്സിൻ്റെ പേരായാലും, എവിടെ ആയാലും സയൻസ് ആയാലും എല്ലാം കിട്ടുന്നത് ലൈക്ക് നിങ്ങളുടെ പേരാണ് അവർ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പം ഒരു മാരേജിലോട്ടൊക്കെ പോകാൻ വേണ്ടി തയ്യാറായി നിന്ന ഒരുപാട് പേരെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജനിക്കാതിരിക്കുന്ന കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കണ്ടുപിടിച്ചിരിക്കുന്ന പേര്, അല്ലെങ്കിൽ നിങ്ങളിപ്പം വീട് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വീടിന് കണ്ടുപിടിച്ചിരിക്കുന്ന പേര്, അങ്ങനെ എന്തൊക്കെയോ പേരുകൾ, എന്തൊക്കെയോ ഹിഡനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ പേഴ്സണായിട്ടുള്ള പല കാര്യങ്ങളും അവരുടെ മനസ്സിൽ കൂടെ ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. അവരിപ്പോൾ നേരിട്ട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പലരിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ തന്നെ യൂണിവേഴ്സ് അവരുടെ മുന്നിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. യൂണിവേഴ്സ് അവരിലേക്ക് അത് പാസ് ചെയ്യുകയാണ്. ആ മെസ്സേജസും കാര്യങ്ങളൊക്കെ തന്നെ പാസ് ചെയ്യണം. ആ ഒരു കാര്യം കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട്, നിങ്ങളോട് പഴയ കണക്ക് നിങ്ങളോട് വന്ന് വിളിക്കണം, നിങ്ങളൊന്ന് വിളിച്ച് നിങ്ങളോട് അവർ ഫേസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഡിസിഷനും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും അവർ ബ്ലോക്കേജ് ആവുകയാണ്. അവരെ ആരോ പിന്നിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ നമുക്കൊരു എന്തെങ്കിലും ഞാൻ കാര്യം ഷഫ്യൂൾ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാണ്. പക്ഷേ കുറച്ചുകൂടെ നമുക്കൊരു ക്ലാരിറ്റി നോക്കാം കേട്ടോ.
സോ കാരണം ഈ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി അത്യാവശ്യമാണ്. എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് അവർ സീക്രട്ടായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. സോ അവർ ഹൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫീമെയിൽ ക്യാരക്ടർ ഇവിടെ ഉണ്ട്. ആ ഫീമെയിൽ ക്യാരക്ടർ കാരണമാണ് നിങ്ങളിലേക്ക് അവർ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. യെസ്, ഓഫ് കോഴ്സ്. സോ ഫീമെയിൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ചിലപ്പം അവരുടെ മദറായിരിക്കാം, അല്ലെങ്കിൽ സിസ്റ്ററായിരിക്കാം, ഫ്രണ്ടായിരിക്കാം. സോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നില്ല. പക്ഷെ അവർ ആ ഒരു വുമൺ കാർഡിലുള്ള ആൾ എത്ര പേഴ്സണെ ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും ആ പേഴ്സൺ അതിൽ നിന്ന് മോണായി വരും, ഉറപ്പായിട്ടും വരും, 100% വരും. സോ ഈ വീഡിയോ കാണുന്നവരുടെ ആരുടെയൊക്കെ പേഴ്സൺ നിങ്ങളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലുണ്ടോ, നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് തിരിച്ച് വരിക തന്നെ ചെയ്യും. അവർ വരുന്ന കാര്യത്തിൽ 100% ഉറപ്പാണ്. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ഒരു 2-3 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കാണുക. സോ അപ്പം നിങ്ങൾ എന്തായാലും റീഡിങ് കണ്ട ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റിൽ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ മെസ്സേജസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയുകയും ചെയ്യാം. അതിൽ യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണം. വീട്ടിലേക്കകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യണം. കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് സൗണ്ട് ക്ലാരിറ്റിയുടെ കാര്യം, മൈക്കിൻ്റെ കാര്യമൊക്കെ ക്ലിയർ അല്ല, സൗണ്ട് ഒന്നുകൂടെ കേൾക്കുന്നില്ല മാം, ഒന്നുകൂടെ റീഡ് ചെയ്യുമോ എന്നൊക്കെ പറയുന്നുണ്ട്. സോ നമ്മൾ ചെയ്ത റീഡിങ് തന്നെ വീണ്ടും റിപ്പീറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു മെസ്സേജും കാർഡ്സിൽ നിന്നുള്ളത് നമുക്ക് ആ റീഡിങ് എടുക്കാൻ പറ്റും. സോ അതേ റീഡിങ് തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കാം. സോ ഇൻ കേസ് അവർക്ക് ആ റീഡിങ് പേഴ്സണലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എനിക്ക് വന്ന് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെ പേഴ്സണിനെ ആ ഒരു വ്യക്തി എത്രത്തോളം പിൻവലിക്കാൻ ശ്രമിച്ചാൽ, എത്രത്തോളം ബാക്കിലോട്ട് നിങ്ങളിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാൽ കൂടിയും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും തിരിച്ചു വരും. ഇപ്പോഴത്തെ നിങ്ങൾ അനുഭവിക്കുന്ന ടൈം എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടൊരു ടൈമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത്. സോ ഈ ഒരു മോശം ടൈം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ കടന്നു പോകും. ഇതൊരു കാര്യം ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എൻഡ് ആവാൻ പോകുന്ന ഫേസാണ്. എൻഡായിട്ട് ന്യൂ ബിഗിനിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകാൻ പോകുന്നൊരു കാര്യമാണ്. സോ ഇത് കാര്യങ്ങളെല്ലാം അവസാനിച്ച ശേഷം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ആ ഒരു ഫീമെയിൽ ക്യാരക്ടറിൻ്റെ റോൾ അവസാനിക്കുന്ന ടൈമുള്ളപ്പം ആ ഒരു ടൈം കഴിഞ്ഞ ശേഷം ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും. സോ ആ ടൈമിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ ഇന്നത്തെ റീഡിങ് ഇത്രയാണുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എല്ലാവരുടെയും കമൻറ്റ്സ് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഒരാളുടെ കമൻറ്റ് പോലും ഞാൻ റിപ്ലൈ ചെയ്യാതിരിക്കത്തില്ല. സോറി, ഞാൻ പറഞ്ഞു തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ചെയ്യത്തില്ലെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ചെയ്യാതിരിക്കത്തില്ല. എല്ലാവരും കമൻറ്റ് ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. ജസ്റ്റ് ഒരു താങ്ക് യു ഇടുന്നതിനായാൽ കൂടി ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് അറിയാവുന്നതാണ്. ഞാൻ എല്ലാവരുടെയും കമൻറ്റ് അത്രയും വാല്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്രയും ടൈം, ആ ഒരു ടൈം കളഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടി ഇരിക്കുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ടൈം നിങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇത് കാണുന്നത്. സോ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. സോ ഇത്രയാണ് ഇന്നത്തെ റീഡിംഗ് ഉള്ളത്. പിന്നെ എൻ്റെ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ബൈ മൈ ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു, ബൈ, സീ യു.